സീക്കോപ്പൊളി ഡോക്ടറൊന്നുമല്ല. നമുക്ക് ഡോക്ടറൊന്നും വേണ്ട. നമ്മൾക്ക് കാരണന്മാരായിട്ട് കിട്ടിയ സാധനമാണ് ഇത്. അപ്പൊ നമ്മളിപ്പോ ഒരു കാലിന് പത്തി ഉളുക്കിയിട്ട് ഒരാള് വരാന്നുണ്ടെങ്കിൽ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ ആ കാലിന്റെ കെടുപ്പ് നോക്കും. കെടുപ്പ് തന്നെ കാലിന്റെ പത്തീരെ ഇത് നോക്കിയിട്ട് നമ്മൾ നീരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയപ്പോൾ എല്ലിന് പ്രശ്നമുണ്ടോ നോക്കും. എല്ലിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേ എടുക്കാൻ പറയും. എക്സ്റേ എടുത്തതിന് ശേഷം നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ഇതിന് കാല് പിടിച്ച് ഇവിടെ പൊട്ടിക്കും. ഈ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മരുന്ന് വെച്ച് കെട്ടുക ചെയ്യുക. മരുന്ന് വെച്ച് കെട്ടുമ്പോൾ 7 കൂട്ടം മരുന്നാണ് അതിൽ. ആ മരുന്ന് വെച്ച് കെട്ടുമ്പോൾ ആ നീര് പിറ്റേ ദിവസം വറ്റും. അങ്ങനെയാണ് നമ്മൾ കാല് ഉളുക്കിയ ആൾക്കാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചിലർക്ക് മുട്ടിന് ഭയങ്കര വേദന അതിൻ്റെ ഇവിടെ വരാറുണ്ട്. വളരെ വേദനയാണ്. ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം പറയുമ്പോൾ നമ്മൾ ആ സാധനം ഒന്നില്ലെങ്കിൽ അതിനൊരു ലിക്വിഡ് കുറഞ്ഞിട്ടായിരിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയിട്ട് അതിനെന്തെങ്കിലും എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് നോക്കിയതിന് ശേഷം നമ്മളത് ആ കാലിൻ്റെ അടിയിൽ ഞരമ്പുകളുണ്ട്, മനസ്സിലായോ? ആ ഞരമ്പുകൾ നമ്മൾ തിരുമ്പി കാലുമ്പിക്ക് ക്ലിയർ ആക്കി നമ്മൾ ആവി ഒളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് അവിടെ മുട്ടിന് മരുന്ന് വെച്ച് കെട്ടിഞ്ഞാൽ സാധനം മാറാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മുറിവെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ പാലക്കാടുള്ള മുട്ടിക്കുളങ്ങര എണ്ണയോ അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട് ഡിസ്ട്രിക്റ്റിൽ പോത്തുംപാടം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എല്ലും മുറി കൂടുന്ന എണ്ണയുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള എണ്ണകളാണ് പിന്നെ അവർക്ക് കൊടുക്കണം. ആ കൊടുത്ത എണ്ണ സ്ഥിരമായിട്ട് അവരതിട്ട് തുണി വെച്ച് ചുറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് നല്ല കുറവ് കിട്ടും. കാരണം നമ്മൾ ഉള്ളിലേക്കൊന്നും ഒരു കേസിന് നമ്മളിവിടെ മരുന്ന് കൊടുക്കാറില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്. അതുപോലെ കൈ പൊക്കാൻ പറ്റാണ്ട് ഒരാൾ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ഇതിൻ്റെ കൈയിൻ്റെ കപ്പലര ബാക്കിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാവും. കൈയിൻ്റെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പം നമ്മളെ കൈയിൻ്റെ ഈ കൈത്തിന്ന് വരുന്ന ഞരമ്പുകൾ അത് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ കാലിൻ്റെ ഉള്ളിൽ സൈഡിലായിട്ട് 2-3 മർമ്മങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒന്ന് കാലിൻ്റെ അടിയിൽ മർമ്മങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ മർമ്മത്ത് തിരുമ്പി ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇവിടെ നമ്മൾ മരുന്ന് വെച്ച് കെട്ടും. അത് ശരിക്കും ആ പോയിന്റ്, ആ മർമ്മം ശരിക്കും ആ ഞരമ്പ് എവിടെയാണ് ബ്ലോക്ക് നമ്മൾ നോക്കി കറക്റ്റ് നമുക്ക് ചെയ്തിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മളിവിടെ കയറ് കട്ടിലാണ്. ആ കട്ടിലിന് മുകളാണ് ഈ ആളെ കിടത്തുന്നത്. ആ അടിയിൽ ആളെ മലർത്തി ആളെ കിടത്തിയിട്ട് അടിയിൽ മരുന്നിട്ട് തിളപ്പിച്ച് നമ്മൾ ആളെ ആവി കൊള്ളുമ്പോൾ അതിൽ നല്ലൊരു മാറ്റം, ഫാറ്റ് നല്ലോണം ഉരുകിപ്പോവും. ഇത് നമ്മൾ മരുന്ന് വെച്ച് കെട്ടാൻ ചെയ്യുക. അപ്പം നമ്മളിവിടെ ഒരാൾക്കും മരുന്ന് കൊടുക്കാറില്ല ഉള്ളിലേക്ക്. ഒക്കെ നമ്മൾ നടിഞ്ഞരമ്പുകൾ നോക്കി ആ മർമ്മം നോക്കി തിരുമ്പി നമ്മളാൾക്ക് മരുന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് പലരും ഇവിടെ നിന്ന് മാറിപ്പോയിട്ട് വരുന്നുണ്ട്.